ശബരിമലയിൽ മകരസംക്രമ പൂജ തൊഴുത് ഭക്തസഹസ്രങ്ങൾ. പുലർച്ചെ 2:46 മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി എത്തിച്ച നെയ്യ് ഉപയോഗിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ സംക്രമ അഭിഷേകവും നടന്നു. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തമാണ് മകരസംക്രമം. ശബരിമലയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ പുണ്യമുഹൂർത്തം ഇത്തവണ പുലർച്ചെ 2:46 2 മണിയോടെ തന്നെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി തിരുനട തുറന്നു. തുടർന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ മകരസംക്രമ പൂജയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കൃത്യം 2:46 മകരസംക്രമ അഭിഷേകവും നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്മുദ്രയിലായിരുന്നു നെയ്യഭിഷേക പ്രിയന് സംക്രമാഭിഷേകം. കൊട്ടാരത്തിൽ നിന്നും നെയ്യുമായി ശബരീശ സവിധത്തിലെത്താനുള്ള നിയോഗം ഇത്തവണ ഇളമുറക്കാരനായ ത്രിലോകിനായിരുന്നു. മകരസംക്രമ സമയത്ത് കവടിയാർ കൊട്ടാരത്തിലുള്ള നെയ്യാണ് ആദ്യമായിട്ട് അഭിഷേകം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചെയ്യുള്ളൂ. അത് വർഷങ്ങളായി നടന്നു വരുന്ന ചടങ്ങാണ്. അത് ഇത്തവണയും ഞങ്ങൾ വന്നത്. ഇന്ന് വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും പോലീസും ചേർന്ന സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയെ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് തിരുവാഭരണ പേടകങ്ങളിലൊന്ന് ശ്രീലകത്തിന് മുന്നിലെത്തിച്ച തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങും. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത് മകരനക്ഷത്രവും ഉദിക്കും. ഈ പുണ്യനിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനത്തും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ. ശബരിമല സന്നിധാനത്തു നിന്നും ക്യാമറമാൻ വിഷ്ണുവിനും റിപ്പോർട്ടർ കണ്ണൻ ദേവനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.